നമസ്കാരം. സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. പാലക്കാട് വൻ കഞ്ചാവ് വേട്ട. വാളയാർ ചെക്ക് പോസ്റ്റിൽ 22 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. ഒഡീഷ സ്വദേശികളാണ് പിടിയിലായത്. പാലക്കാട് എലപ്പുള്ളിയിൽ പള്ളത്തേരി വള്ളേക്കുളത്ത് KSRTC ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. മായമ്പള്ളം സ്വദേശി അബ്ബാസ് അബൂബക്കർ, മായമ്പള്ളം കുറ്റിയമ്പാക്ക് സെയ്ദ് മുഹമ്മദ് എന്നിവരാണ് മരിച്ചത്. ആഘോഷലഹരിയിൽ വടക്കഞ്ചേരി കമ്മാന്തറ നമ്പൂതിരിമുത്തൻ മണങ്ങോടി ഭഗവതി വേല വർണ്ണാഭമായി ആഘോഷിച്ചു. ഗണപതി സഹായം നാഗസഹായം വേല വ്യാഴാഴ്ച. വാർത്തകൾ വിശദമായി. പാലക്കാട് വാളയാർ ചെക്ക് പോസ്റ്റിൽ വൻ കഞ്ചാവ് വേട്ട. KSRTC ബസ്സിൽ കടത്തിയ 22 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. സംഭവത്തിൽ ഒഡീഷ സ്വദേശി ആനന്ദ് മാലിക്, കേദാർ മാലിക് എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്നും 22.180 കിലോ ഉണക്ക കഞ്ചാവാണ് പിടിച്ചെടുത്തത്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മുരുകദാസിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ഇന്നേ ദിവസം വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെ ഒഡീഷ സ്വദേശികളായ ആനന്ദ് മാലിക്, കേദാർ മാലിക് എന്നീ 2 വ്യക്തികളിൽ നിന്നും 22.18 കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയിട്ടുള്ളതാണ്. DMR ഒഡീഷയിൽ നിന്നും എറണാകുളത്ത് വിൽപ്പനക്കായി കൊണ്ടുപോകുന്ന സമയത്താണ് പിടികൂടിയിട്ടുള്ളത്. പാലക്കാട് എലപ്പുള്ളി പള്ളത്തേരി വെള്ളക്കുളത്ത് KSRTC ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. മായമ്പള്ളം സ്വദേശി അബ്ബാസ് അബൂബക്കർ, മായമ്പള്ളം കുറ്റിയമ്പാക്ക് സ്വദേശി സെയ്ദ് മുഹമ്മദ് എന്നിവരാണ് മരിച്ചത്. എലപ്പുള്ളി പാറ പൊള്ളാച്ചി അന്തർ സംസ്ഥാന പാതയിൽ പള്ളത്തേരി വള്ളേക്കുളത്ത് KSRTC ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചാണ് 2 പേർ മരിച്ചത്. ഓട്ടോ ഓടിച്ച മായമ്പള്ളം സ്വദേശി 47 വയസ്സുള്ള അബ്ബാസ് അബൂബക്കർ, അബ്ബാസിന്റെ അമ്മാവൻ മായമ്പള്ളം കുറ്റിയമ്പൊക്ക് സ്വദേശി 65-കാരനായ സെയ്ദ് മുഹമ്മദ് എന്നിവരാണ് മരിച്ചത്. ഓട്ടോയിലുണ്ടായിരുന്ന അബ്ബാസിന്റെ ഉമ്മ 70 വയസ്സുള്ള നബീസയ്ക്ക്, സെയ്ദ് മുഹമ്മദിന്റെ ഭാര്യ 55 വയസ്സുള്ള ആമിനയ്ക്കും പരിക്കുകളോടെ ആദ്യം ജില്ലാ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലും എത്തിച്ചു. ചൊവ്വാഴ്ച രാവിലെ 9 മണിക്കാണ് അപകടം ഉണ്ടായത്. മുണ്ടൂർ പന്നിയമ്പാടത്ത് മരണ വീട്ടിലേക്ക് പോകുന്നതിനിടെ പൊള്ളാച്ചി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇവർ സഞ്ചരിച്ച ഓട്ടോറിക്ഷ KSRTCയുമായി കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. അബ്ബാസ് സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. സെയ്ദ് മുഹമ്മദ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കിടെ മരണപ്പെട്ടു. അട്ടപ്പാടി ആദിവാസി ഊരുകളിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന അനാട്ട് പദ്ധതിയിൽ അഴിമതി നടത്തിയ മന്ത്രി K. കൃഷ്ണൻകുട്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഓഫീസിന് പരിസരത്ത് സ്ഥാപിച്ച ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷവുമുണ്ടായി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ്, രതീഷ് പുളശ്ശേരി, ഷഫീഖ് അത്തിക്കോട്, പ്രതീഷ് മാധവൻ, ശ്യാം ദേവദാസ്, വിഷ്ണു എന്നിവർ നേതൃത്വം നൽകി. പാലക്കാട് വഴിയോര കച്ചവടക്കാർക്ക് കുടകൾ വിതരണം ചെയ്തു. മാർച്ചിൽ പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഓഫീസിന് പരിസരത്ത് സ്ഥാപിച്ച ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷവുമുണ്ടായി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ്, രതീഷ് പുളശ്ശേരി, ഷഫീഖ് അത്തിക്കോട്, പ്രതീഷ് മാധവൻ, ശ്യാം ദേവദാസ്, വിഷ്ണു എന്നിവർ നേതൃത്വം നൽകി. മറ്റു വാർത്തകളിലേക്ക്. വടക്കഞ്ചേരി കമ്മാന്തറ നമ്പൂതിരിമുത്തൻ മാങ്ങോടി ഭഗവതി സഹായം വേല ആഘോഷിച്ചു.
കമ്മാന്തറ ശ്രീ നമ്പൂതിരിമുത്തൻ സഹായം ശ്രീ മാങ്ങോടി ഭഗവതി സഹായം വേല വർണ്ണാഭമായാണ് ആഘോഷിച്ചത്. ആഘോഷങ്ങളുടെ ഭാഗമായി നമ്പൂതിരിമുത്തൻ ദേശത്ത് വിശേഷാൽ പൂജകളും ഉച്ചപൂജ, ഈടുവെടി, കേളികൊട്ട്, 3 ഗജവീരന്മാരുടെയും പഞ്ചവാദ്യത്തിൻ്റെയും അകമ്പടിയോടുകൂടിയ എഴുന്നള്ളത്ത്, ദീപാരാധന, പഞ്ചാരിമേളം, തായമ്പക, രാത്രി എഴുന്നള്ളത്ത് എന്നിവ ഉണ്ടായിരുന്നു. മാങ്ങോടി ഭഗവതി ക്ഷേത്രത്തിലും വിശേഷാൽ പൂജകൾ, പറയെടുപ്പ്, ഉച്ചപൂജ, ഈടുവെടി, കേളി, പഞ്ചവാദ്യത്തിൻ്റെയും പാണ്ടിമേളത്തിൻ്റെയും അകമ്പടിയോടുകൂടിയ എഴുന്നള്ളത്ത്, ദീപാരാധന, തായമ്പക, രാത്രി എഴുന്നള്ളത്ത് എന്നിവ ഉണ്ടായിരുന്നു. വടക്കഞ്ചേരി ഗണപതി സഹായം നാഗസഹായം വേല വ്യാഴാഴ്ച ആഘോഷിക്കും. വടക്കഞ്ചേരി നാഗസഹായം ഗണപതി സഹായം വേല ആഘോഷങ്ങൾക്ക് ഇരുവിഭാഗവും ഒരുങ്ങിക്കഴിഞ്ഞു. ഗണപതി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുക. തുടർന്ന് ഉച്ചപൂജ, ഈടുവെടി, കേളി, കാഴ്ചശീവേലി, കുടമാറ്റം, വെടിക്കെട്ട് എന്നിവ ഉണ്ടായിരിക്കും. 16-ാം തീയതി വൈകുന്നേരം മേളം 6:30-ന്, 17-ാം തീയതി രാവിലെ ഗണപതി ഹോമം, പൂജാതി കർമ്മങ്ങൾ, അതിനുശേഷമുള്ള ഈടുവെടികൾ എല്ലാം അതിൻ്റെ രീതിയിലേക്ക് നടക്കും. ഇതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ
വർഷങ്ങളോളം മുമ്പ്, ഏകദേശം 10-20 കൊല്ലത്തിന് മുമ്പ് കൈനീട്ടം കിട്ടുന്ന കാശ് കൊണ്ട് ഇവിടുത്തെ ടൗൺ മാരികോൺ കോയിലിൽ ഒരുമിച്ച് കുറച്ച് ചെറുപ്പക്കാർ കൂടി പടക്കം പൊട്ടിക്കുകയും 1-2 വർഷം അങ്ങനെ നടന്നു പോയെങ്കിലും അതിലൊരു അകർച്ച വന്ന് 2 ടീമായി മാറുകയും അതിലൊരു കൂട്ടര് ഇന്ന് കാണുന്ന ഗണപതി ക്ഷേത്രത്തിൽ ഒരു ആൽത്തറയുണ്ടായിരുന്നു, അവിടെ കൂടുകയും അതിനെ ഗണപതി സഹായം എന്ന ഉത്സവത്തിൽ പേര് വയ്ക്കുകയും ഒരു കൂട്ടര് ഗ്രാമത്തുള്ള അന്താരമഠത്തിലേക്ക് അവിടെ ഒരു ആൽത്തറയും നാഗപ്രതിഷ്ഠയുണ്ടായിരുന്നു, അതിനെ നാഗസഹായം എന്ന് പേര് വെച്ച് 2 കൂട്ടരും അന്ന് തുടങ്ങിയ വാശിയോടുള്ള ഉത്സവം ഇന്നിപ്പോൾ 2025 എത്തി നിൽക്കുകയാണ്. 70 കലാകാരൻ വരെ നിർത്തിയിട്ടുള്ളൊരു പഞ്ചാരി മേളമാണ്, നടപ്പൊരു പഞ്ചാരി മേളമാണിത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം 17-ാം തീയതി രാവിലെ ഗണപതി ഹോമത്തോടുകൂടിയുള്ള തുടക്കം. അതിനോടുകൂടെ 7 മണിക്ക് രാവിലെ 7 മണിക്ക് സോപാന സംഗീതം. ഈ സോപാന സംഗീതം ചെയ്യുന്നത് ഏവൂർ പ്രീതാവാരും, എടയ്ക്ക ചെയ്യുന്നത് തുറവൂർ രാജേഷ് കമ്പത്തുമാണ്. അതിനുശേഷം ഇതേവരെ ഇപ്പോഴും പറയുന്നു, ഇതേവരെ വടക്കഞ്ചേരി കാണാത്ത രീതിയിലുള്ള ഒരു പടക്കം ഞങ്ങൾ പ്രാവശ്യം എല്ലാവർക്കും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അണിനിരത്താനുള്ള ഒരു ഇതും കൂടി നമ്മൾ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഈ പറയുന്ന പാലക്കാട് ജില്ലയിൽ ഈ നടക്കുന്ന കുറേ വെടിക്കെട്ടുകൾ കണ്ടവരാണ് നമ്മളെല്ലാവരും. അതേപോലെ അതിനോളം വരുന്ന ഒരു വെടിക്കെട്ട് നമ്മൾ അറേഞ്ച് ചെയ്തത്. നാഗസായം ക്ഷേത്രത്തിലും വ്യാഴാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ഗജവീരന്മാർക്ക് സ്വീകരണം, ആയില്യം നാഗംപൂജ, ഈടുവെടി, കേളികൊട്ട്, കാഴ്ചശീവേലി, കുടമാറ്റം, ദീപാരാധന, കരിമരുന്ന് പ്രയോഗം, ഇരട്ടത്തായമ്പക തുടങ്ങിയ പരിപാടികൾ ഉണ്ടായിരിക്കും. ആഘോഷങ്ങളുടെ ഭാഗമായി ഇരുവിഭാഗവും വടക്കഞ്ചേരി ടൗണിൽ ബഹുനില പന്തൽ ഒരുക്കിയിട്ടുണ്ട്. പന്തൽ ദീപാലങ്കാരം ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നമസ്കാരം. വടക്കഞ്ചേരി നിവാസികൾക്കും എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഏപ്രിൽ 17 ശ്രീ നാഗസായ ഉത്സവ കമ്മിറ്റിയുടെ തുടക്കം. അതിൻ്റെ മുന്നോടിയായി ഏപ്രിൽ 16 ബുധനാഴ്ച വൈകിട്ട് 5:30 ചമയപ്രദർശനം, 6 മണിക്ക് ദീപാരാധന, 6:30 ദീപാരാധന, ക്ഷേത്രത്തിൽ സോപാന സംഗീതം, കിഴക്കോട്ടം അനിയന്മാരുടെ പ്രമാണത്തിൽ 50-ൽ പരം കലാകാരന്മാർ പഞ്ചാരിമേളം, 6:40 പന്തൽ ദീപം തെളിയിക്കൽ, 17/4/25 വൈകിട്ട് 4 മണിക്ക് ശുദ്ധികലശ പാലാഭിഷേകം, 5 മണിക്ക് ഗണപതി ഹോമം. 5 ഗജവീരന്മാർക്ക് പാമ്പാടി രാജൻ, തിരുവാണിക്കാവ് രാജഗോപാലൻ, പാമ്പാടി സുന്ദരൻ, കിഴൂട്ട് വിശ്വനാഥൻ, തോട്ടേക്കാട് വിനായകൻ എന്നുള്ള 5 ഗജവീരന്മാർ തടമ്പ് പാമ്പാടി രാജനെ എടുത്തുകൊണ്ട് ഇവിടുന്ന് ഉച്ചയ്ക്ക് 12:30 ഈടുപടിക്ക് ശേഷം 2:30 പഞ്ചവാദ്യം ആരംഭിക്കുന്നതാണ്. കേളി 2 മണിക്ക് തുടങ്ങുന്നതാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം ടൗണിലെത്തുന്ന സമയത്തോടുകൂടി 5:30 സുനിത ജംഗ്ഷനിൽ വെച്ച് കുടമാറ്റം നടക്കുന്നുണ്ട്. കുടമാറ്റം കഴിഞ്ഞാൽ ആന വെടിക്കെട്ടിന് വേണ്ടി പാടത്തെത്തുന്നതോടുകൂടി 8:30 വെടിക്കെട്ട് ശോഭാ തിയേറ്ററിന് മുൻവശത്തുള്ള പാടത്ത് ഇറങ്ങിയിരുന്നതാണ്. അതോടുകൂടി രാത്രിയിലെ വേലയ്ക്ക് വിരാമമാവും. എല്ലാവർക്കും കാണാൻ നല്ലൊരു കാഴ്ചയാവുന്ന രീതിയിൽ അന്ന് പോപ്പറിൻ്റെയും മറ്റ് തകിലിൻ്റെയും എല്ലാം അകമ്പടിയോടുകൂടി ഗംഭീരമായൊരു സ്വീകരണമാണ് ആനകൾക്ക് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പന്തൽ ദീപാലങ്കാരം 16-നും 17-നും 18-നും എല്ലാ ജനങ്ങളെയും സഹോദരം ക്ഷണിച്ചുകൊള്ളുന്നു. പാലക്കാട് പിരായിരി കക്കോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ വിഷുവേല ആഘോഷം വർണ്ണാഭമായി ആഘോഷിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി 6 ദേശങ്ങളിൽ നിന്നുമുള്ള വേല എഴുന്നള്ളത്ത്, കുമ്പക്കളി, വണ്ടിവേഷം, ശിങ്കാരിമേളം തുടങ്ങിയവയെല്ലാം വേല ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി.
കണ്ണമ്പ്ര ഋഷിനാരദമംഗലം വേലയാഘോഷത്തിന് കൂറനാട്ടി. മെയ് 24-നാണ് കണ്ണമ്പ്ര ഋഷിനാരദമംഗലം ദേശങ്ങൾ നേതൃത്വം നൽകുന്ന വേലയാഘോഷം. കണ്ണമ്പ്ര ദേശത്ത് കോളത്തോണിയിലാണ് കൂറനാട്ടൽ ചടങ്ങുകൾ ആരംഭിച്ചത്. കിഴക്കേക്കളം ദേശക്കാർക്ക് കൈനീട്ടം നൽകി മുളങ്കൂറ ഏറ്റുവാങ്ങിയ ശേഷം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തിച്ചു. ക്ഷേത്രപ്രദക്ഷിണത്തിന് ശേഷം പ്രത്യേക പൂജകളും നടന്നു. തുടർന്ന് ദേശവാസികൾ ആർപ്പുവിളികളോടെ ക്ഷേത്രത്തിന് മുൻപിൽ കൂറനാട്ടി. വേലക്കമ്മിറ്റി ഭാരവാഹികളായ സി ഉണ്ണികൃഷ്ണൻ, സി വി വിജയൻ, പി എച്ച് ഗോപകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പൂജകൾക്ക് എൻ രവി കാർമ്മികത്വം വഹിച്ചു. കൂറനാട്ടലിനു ശേഷം വട്ടക്കളിയും ഉണ്ടായിരുന്നു. തുടർന്ന് രക്ഷാധികാരി അഡ്വക്കേറ്റ് രവീന്ദ്രൻ കുന്നംപുള്ളി സാദിഖ് അലിക്ക് നോട്ടീസ് കൈമാറി പ്രകാശനം ചെയ്തു. ഋഷിനാരദമംഗലം ദേശത്ത് നടന്ന കൂറനാട്ടലിന് ജയപ്രകാശ് പട്ടിക്കൽ, കെ എസ് രാജേഷ്, പി സി വിജയകുമാർ, പി സോമസുന്ദരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ദേശമന്ദിൽ പ്രത്യേക പൂജകൾക്ക് ശേഷം കൂറനാട്ടി. ഇതോടൊപ്പം വളയിൽ ദേശത്ത് നിന്നും കൊണ്ടുവന്ന കൂറ ഋഷിനാരദമംഗലം മന്ദിരത്തിന് സമീപമുള്ള കുമ്മാട്ടി മന്ദിലും നാട്ടി. ആലത്തൂർ തഹസിൽദാർ കെ ശരവണൻ നോട്ടീസ് പ്രകാശനം നിർവഹിച്ചു. ദേശക്കാരനവർ കെ ശ്രീധരൻ സംസാരിച്ചു. ഇരു ദേശങ്ങളിലും 41 നാൾ നീളുന്ന കുമ്മാട്ടിയും ആരംഭിച്ചു.